ഹലോ ഗൈസ്, അപ്പോ എല്ലാവർക്കും ഈ ഒരു സംശയം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഇൻസെക്യൂരിറ്റി ആണ്. നമ്മൾ നല്ല മണമാണ്, നമുക്ക് എപ്പോഴും സ്മെല്ല് വരുന്നുണ്ടോ, വിയർക്കുമ്പോഴാണെങ്കിലും നമ്മൾ സ്മെല്ല് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംഭവം എപ്പോഴും നമ്മൾ നല്ലൊരു മണമായിട്ടിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കത്തില്ല. ഇപ്പൊ ആ സൈഡിൽ കൂടെ ഒരാൾ പോകുമ്പോഴേക്കും നമ്മുടെ സൈഡിൽ കൂടെ ഒരാൾ പോകും കൊള്ളാ എന്ന് പറയണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാകാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതുപോലെ 2-3 പേര് എന്നോട് DMസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊന്ന് പറഞ്ഞുതരാൻ തോന്നി. ഞാൻ ചെയ്യുന്ന റുട്ടീനും പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് അതൊന്ന് കൺട്രോൾ ചെയ്യാനും അത്യാവശ്യം നല്ലൊരു മണം കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എന്നുള്ളതും കാണിച്ചു തരാം. ഒന്നെന്ന് പറയുന്നത്, നമുക്ക് ഷവറിൽ അത്യാവശ്യം ഒന്നെന്ന് പറയുമ്പോൾ വൃത്തിയായിട്ട് കുളിക്കുക, പല്ലിക്കുക എന്നുള്ള സംഭവമാണ്. രാവിലെ എന്നും പല്ലിക്കാൻ നോക്കുക, കൃത്യമായിട്ട് രാവിലെ രാത്രിയൊക്കെ കുളിക്കാൻ നോക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു ബോഡി സ്ക്രബ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. മുഖത്തല്ല, ബോഡി സ്ക്രബ്. ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ബോഡി സ്ക്രബാണ്. ഇത് ബോഡി വൈസിന് 10% AHA ബോഡി സ്ക്രബാണ്. ജെന്റിലായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി സ്ക്രബാണ്. ഇതൊരു ആഴ്ചയിൽ 3 തവണ മാത്രം നല്ല രീതിയിൽ കുളിക്കുന്ന സമയത്ത് കുറച്ചെടുക്കുക, നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നീട് നമുക്ക് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അണ്ടർ ആംസിലെ ഓർഡറാണ്. അണ്ടർ ആംസിലെ ഓർഡർ മാത്രമല്ല, അണ്ടർ ആംസിലെ പിഗ്മെന്റേഷൻ അത്യാവശ്യം നല്ല ഒരു ഇഷ്യൂ ആണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പൊ അത് മാറ്റാനും എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇത് വിഷ് കെയറിന്റെ അണ്ടർ ആം റോൾ ഓൺ ആണ്. ഇത് രാവിലെ നമ്മൾ കുളിച്ചതിന് ശേഷം അണ്ടർ ആമിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ റോൾ ഓൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ത്രൂ ഔട്ട് ഡേ എനിക്ക് തോന്നുന്നു നല്ല വിയർത്ത് പണ്ടാരടങ്ങിയിട്ട് പോലും നമുക്ക് ഒരു എന്താ പറയുക, ഒരു ബാഡ് സ്മെല്ലായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കുറെ അണ്ടർ ആം റോൾ ഓൺസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ഡേ രാത്രി വരെ ഇരുന്നിട്ടും യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഓർഡറോ ഒരു ബാഡ് സ്മെല്ലോ ഒന്നും തോന്നിയിട്ടില്ല. അതുപോലെ നല്ലൊരു പ്ലസന്റ്, ഓവർ ആയിട്ടുള്ള സ്മെല്ല്, നല്ലൊരു പ്ലസന്റ് സ്മെല്ല് തരുന്നുണ്ട്. ഇതിനകത്ത് 5% AHA, 3% കോജിക് ആസിഡും ഹൈലറോണിക് ആസിഡും ഉണ്ട്. അണ്ടർ ആം ലൈറ്റനിങ് ആൻഡ് ഓർഡർ കൺട്രോൾ പെർഫെക്റ്റ്ലി ഡസ് ദിസ് ജോബ്. ഇതിന്റെ റേറ്റും ഞാൻ സാധനങ്ങളൊക്കെ സൈഡിൽ കൊടുത്തേക്കാം. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നവരെന്നാലും ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും മസ്റ്റ് ഹാവ് ആണ്. ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ട്രൈ ദിസ് ഔട്ട്. പിന്നീട് എന്ന് പറയുന്നത്, നമ്മള് ലൈക്ക് എപ്പോഴും നല്ലൊരു മണമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കീ എന്ന് പറയുന്നത് ലെയറിങ്ങിലൂടെയാണ്. ലെയറിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന്, നമ്മൾ ആ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കുളിക്കുന്നിടത്ത് തന്നെ. കുളിക്കാതിരുന്നിട്ട് പ്രത്യേകിച്ച് പിന്നെ നമ്മൾ സ്പ്രേ അടിക്കാതൊക്കെ ഉള്ളൂ. എന്നാലും കഴിവതും നിങ്ങൾ കുളിക്കാൻ നോക്കുക ഗൈസ്. അപ്പൊ കുളിക്കുമ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട, ഓവറും അല്ല എന്നാ ഒരു നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ബോഡി ഷവർ ജെൽ ഇതാണ്. ഇത് യാർഡ്ലിയുടെ മോർണിംഗ് ഡ്യൂ എന്ന് പറഞ്ഞ ഷവർ ജെല്ലാണ്. ഞാൻ ഈ സാധനത്തിന്റെ, നമുക്കാണെങ്കിൽ ഈ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇതിന്റെ ബാക്കി എല്ലാ വേരിയൻസും ബാക്കി എല്ലാ ഫ്രേഗ്രൻസും ഇരിപ്പുണ്ടായിരുന്നു. ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ എടുത്തു പോയി. ഞാൻ ഇത് എന്താ പറയാ, എനിക്ക് തോന്നുന്നു 2-3 അടുത്ത് കയറിയിട്ടാണ് എനിക്ക് ഈ ഒരു സാധനം കിട്ടിയത്. എനിക്കിപ്പോ മനസ്സിലായി എല്ലായിടത്തും എന്തുകൊണ്ടായിരുന്നു ഇത് സോൾഡ് ഔട്ട് എന്ന്. കാരണം ഇത് ഭയങ്കര എന്താ പറയാ, നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മണമാണ്. എന്നുവെച്ചാൽ ഓവറായിട്ട് ഇല്ല, മധുരിക്കുന്ന അങ്ങനത്തെ മണമല്ല, ഒരു ഫ്രഷ് ഫീൽ, ഒരു ഫ്ലോറൽ നമുക്ക് ഇഷ്ടപ്പെടും. അത്യാവശ്യം എല്ലാവർക്കും ഈ സാധനം ഇഷ്ടപ്പെടും. നല്ലൊരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഷവർ ചെയ്യുമ്പോൾ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ നമുക്ക് നല്ല ബോഡി ലോഷൻസും ഒക്കെ മേടിക്കുന്നത് വളരെ നന്നായിട്ട്. ബോഡി മിസ്റ്റുകൾ, ഞാൻ ഇപ്പൊ കറന്റ് എന്റെ ബോഡി മിസ്റ്റ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് നല്ലൊരു ബോഡി ലോഷൻ ആണ് വേണ്ടത്. ബോഡി ലോഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം എനിക്ക് യൂസ് ചെയ്തിട്ടൊക്കെ ഇഷ്ടപ്പെട്ട ബോഡി ലോഷനകത്ത് അത്യാവശ്യം നല്ല മണമുള്ള ബോഡി ലോഷനിൽ 1-2 ഇതാണ്. ഇതിന്റെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലൊരു കൊക്കോ ഫ്രേഗ്രൻസ് ആണ്. എന്നാൽ ഓവറായിട്ടൊരു മധുരിക്കുന്ന സംഭവമല്ല, എന്നാലൊരു നമുക്ക് ബോഡിയിലൊക്കെ ഇരിക്കണം തോന്നുന്നൊരു മണമാണ്. ഈ ഒരു സാധനത്തിന്റെ മണം ലോക്ക് ചെയ്യാൻ ഈ ഒരു മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. ഇത് വാസ്ലിന്റെ കൊക്കോ ഗ്ലോ എന്ന് പറഞ്ഞ 48 hour ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസേഷൻ. ഈ സാധനം എന്തോ ഇതിന്റെ റേറ്റ് 475 രൂപയാണ്. ഇത് എന്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി, തീർന്നിട്ടില്ല. ഞാൻ വാരി പൊത്താറുണ്ടെന്നെ അതായത്, പക്ഷെ ഈ സാധനം തീരത്തില്ല. അപ്പം ഡെഫിനറ്റ്ലി വർത്ത് യുവർ മണി. ഈ സാധനം നല്ല മോയ്സ്ചറൈസിംഗ് ആണ്, അതേപോലെ റിയലി ഗുഡ്. നല്ലൊരു ഇതിന്റെ മണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
അപ്പം നല്ല രീതിയിൽ ഒരു മണമുള്ള. അതേപോലെ തന്നെ നിവ്യയുടെ കൊക്കോ നറഷ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം, ഈ ഒരു ബോഡി ലോഷനും ഇതിനകത്തും എന്താ പറയാ, ഇതിന്റെ ഇച്ചിരി സട്ടിലായിട്ടുള്ള ഒരു മണം. ഇതിന്റെ അത്രയും ഒരു ഡീപ്പ് ഫ്രേഗ്രൻസ് ഇല്ല, എന്നാലും ഇതിന് അത്യാവശ്യം സട്ടിലായിട്ടുള്ള മണം, മോയ്സ്ചറൈസിംഗ് ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രേഗ്രൻസും ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ലെയർ ചെയ്യാൻ മറക്കണ്ട. ഇനി ഈ മോയ്സ്ചറൈസേഷൻ നിങ്ങൾ കുളിച്ചതിന് ശേഷം ചെറിയ നനവോടെ, മാക്സിമം ആ ചെറിയ നനവോടെ തന്നെ ഇതുപോലുള്ള മോയ്സ്ചറൈസറുകൾ ലെയർ ചെയ്യാൻ നോക്കാം. അതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ നല്ല ഡ്രൈ ആയിട്ടുള്ള, എനിക്കെന്ന് പറയും ബോഡി നല്ല ഡ്രൈ ആണ്, പൊരിഞ്ഞിളകുന്ന രീതിയിലുള്ള ബോഡിയാണ്. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന ഈ ഒരു ബോഡി ഓയിലാണ്. ഇതുപോലുള്ള ഫ്രേഗ്രൻസ് ഉള്ള ബോഡി ഓയിൽസ് ഒരുപാടുണ്ട്. പ്ലമ്മിന്റെ തന്നെ വേറെ പല നമുക്ക് ഒരുപാട് ഫ്രേഗ്രൻസ് വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇത് കുഴപ്പമില്ലെന്ന് തോന്നി, എന്നാലും വാനിലയുടെ ആ ഒരു മണം എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള ഫ്രേഗ്രൻസ് അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾ നല്ല രീതിയിലൊരു ബോഡി ഓയിൽ, ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ മാത്രം ബോഡി ഓയിൽ യൂസ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മതി. ഞാൻ ആ ബോഡി ഓയിൽ യൂസ് ചെയ്തിട്ട് അതിന്റെ മണ്ടയിൽ ഇത് ലെയർ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ അതിന്റെ മണ്ടയിലാണ് നമ്മുടെ പെർഫ്യൂമോ അല്ലെങ്കിൽ ബോഡി മിസ്റ്റോ സ്പ്രേ ചെയ്യുന്നത്. അതായത് കീ പോയിന്റ്സ് ഇവിടെ, അതുപോലെ അങ്ങനത്തെ ഉള്ള കീ പോയിന്റ്സിൽ ഞാൻ സ്പ്രേ ചെയ്യും. പിന്നെ ഒരിക്കലും ഇവിടെ അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് വരയ്ക്കരുത്. ഓക്കെ, സ്പ്രേ ചെയ്യാൻ പറ്റും. ഞാൻ സ്പ്രേ ചെയ്തിട്ട് ഒരു എക്സ്ട്രായ്ക്ക് വേണ്ടി ഞാൻ ഇത്തിരി മോയ്സ്ചറൈസർ കൂടെ അതിന്റെ മണ്ടയിൽ ഇടും, ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ. ട്രസ്റ്റ് മീ ഗൈസ്, ത്രൂ ഔട്ട് ദ ഡേ ആ ഒരു ഫ്രേഗ്രൻസ് നിൽക്കും. ഞാൻ ബോഡി വാഷ് യൂസ് ചെയ്യും, ബോഡി ഓയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളതുകൊണ്ട് ഞാൻ ബോഡി ഓയിൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, പ്ലസ് ഫ്രേഗ്രൻസ് പെർഫ്യൂമും അടിക്കും. അപ്പോഴേക്കും നല്ല രീതിയിൽ ലൈക്ക് ത്രൂ ഔട്ട് ദ ആ ഒരു ഇത് നിൽക്കും. അതിന്റെ കൂടെ ഈ ഒരു അണ്ടർ ആം റോൾ ഓണും കൂടെ ആവുമ്പോൾ പെർഫ്യൂം തറ വീണ് പൊട്ടിയില്ല, അതിനടപ്പ് പൊട്ടി. അമ്മ കാണണ്ട, പക്ഷെ അമ്മ എന്തായാലും ഈ വീഡിയോ കാണുന്നോണ്ട് സോറി. ഈ അണ്ടർ ആം റോൾ ഓൺ എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോഡി ലോഷൻ ആണെങ്കിലൊക്കെ മേടിക്കുന്നതാണ്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് രണ്ടായിരിക്കും. ഇത്രയുടെ സട്ടിലായിട്ടുള്ള മണം ഇഷ്ടമുള്ളവർക്ക് ഇതും, ഇത്രയുടെ സ്ട്രോങ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് എനിക്ക് ഇതാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇത് ഭയങ്കരമായിട്ട് നല്ലതാണ്. കാരണം ഇതിന്റെ ഒരു കുറച്ച് നാളേക്കാൻ കഴിയുമ്പോൾ എന്താണെങ്കിലും ഒരു ഇത്തിരി ഒന്ന് ഫെയ്ഡ് ആവും. അപ്പം എന്തായാലും ആദ്യമേ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് ഒരു മസ്റ്റ് ട്രൈ സാധനമാണ്. ഞാൻ റീസെന്റ് ആയിട്ട് ഞാൻ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കണ്ട് ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു സാധനം മേടിച്ചതിന്റെ താങ്ക് യു ചേച്ചികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സാധനം അത്രയ്ക്കും വെർത്താണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെടും. ട്രസ്റ്റ്. അതുകൊണ്ട് ലെയർ ചെയ്യുക, കുളിക്കുക, പല്ല് തേക്കുക, കുളിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നിങ്ങളുടെ ബ്രെത്ത് നോക്കാൻ വേണ്ടി നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, പല്ല് തേക്കുക, കുളിക്കുക, ഇതുപോലെ പ്രോഡക്റ്റുകൾ ലെയർ ചെയ്യുക, നല്ല മണമായിരിക്കും. ഓക്കെ, അത്രയ്ക്ക് ഞാൻ ചെയ്യാറുള്ളൂ. ഇനി നിങ്ങൾക്കും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിലൊക്കെ പറ കേട്ടോ. എനിക്കും അറിയണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാകത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള വല്ല റുട്ടീൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറ, നമുക്കത് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബൈ. പിന്നെ ഇനി എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇടണം എന്ന് തോന്നുന്ന വല്ലോ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട, നമ്മൾ ഇടുന്നതായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട്. ബൈ.